നമസ്കാരം. നിങ്ങൾ യൂട്യൂബിൽ ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആണെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ വരുന്ന എല്ലാ അപ്ഡേറ്റുകളെ കുറിച്ചും യൂട്യൂബിന്റെ എല്ലാ മാറ്റത്തെക്കുറിച്ചും അറിഞ്ഞിരിക്കണം. അപ്പോൾ അങ്ങനെ യൂട്യൂബിൽ പുതുതായിട്ട് ഒരു 3 അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ 3 അപ്ഡേറ്റ്സിനെ കുറിച്ചാണ് പറയാനായിട്ട് പോകുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാനായിട്ട് മറക്കണ്ട. ഒപ്പം തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് കൂടെ ചെയ്തേക്കുക. ആദ്യത്തെ അപ്ഡേറ്റ് എന്താണെന്ന് പറയാം. നമുക്കറിയാം യൂട്യൂബിൽ കോപ്പിറൈറ്റ് ക്ലെയിം എന്ന് പറയുന്ന ഒരു ഇഷ്യൂ സാധാരണ വരാറുണ്ട്. മ്യൂസിക്കുകളൊക്കെ യൂസ് ചെയ്യുമ്പോഴാണ് കൂടുതലും കോപ്പിറൈറ്റ് ക്ലെയിം നമുക്ക് വരുന്നത്. അപ്പോൾ ഈ കോപ്പിറൈറ്റ് ക്ലെയിം വന്നു കഴിഞ്ഞാൽ കുറേ പ്രശ്നങ്ങൾ നമ്മുടെ വീഡിയോയിൽ ഉണ്ടാക്കും. അതിൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ളത് റവന്യൂ ഷെയറിംഗിന്റെ ഒരു ഇഷ്യൂ ആണ്. അതേപോലെ തന്നെ പാർഷ്യൽ ബ്ലോക്ക് ആവും നമ്മുടെ വീഡിയോ. പാർഷ്യൽ ബ്ലോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില രാജ്യങ്ങളിലൊക്കെ നമ്മുടെ ഒരു വീഡിയോ ആ ഒരു മ്യൂസിക് യൂസ് ചെയ്തിരിക്കുന്നത് കാരണം ബ്ലോക്ക് ചെയ്യപ്പെടും. അതേപോലെ വേൾഡ് വൈഡ് ബ്ലോക്ക് എന്ന് പറയുന്ന ഒരു ഇഷ്യൂ വരും. വേൾഡ് വൈഡ് ബ്ലോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തെ എല്ലായിടത്തും ആ ഒരു യൂട്യൂബ് ഉള്ളിടത്തൊക്കെ യൂട്യൂബിൽ ആ ഒരു വീഡിയോ ബ്ലോക്ക് ചെയ്യപ്പെടും. അപ്പോൾ ഇങ്ങനെ 3 പ്രശ്നങ്ങളാണ് സാധാരണയായിട്ട് കോപ്പിറൈറ്റ് ക്ലെയിം വരുമ്പോൾ ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെ ക്ലെയിം വന്നു കഴിയുമ്പോൾ അത് മാറ്റാനുള്ള ആക്ഷൻസ് നമുക്ക് യൂട്യൂബിൽ എടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ യൂട്യൂബിന്റെ ഈ ഒരു കോപ്പിറൈറ്റ് ക്ലെയിമുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു ഇന്റർഫേസിൽ ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതെന്താണെന്ന് ഞാനിവിടെ സ്ക്രീനിൽ കാണിച്ചു തരാം. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളാം. കാരണം ഏതെങ്കിലും സാഹചര്യത്തിൽ യൂട്യൂബ് വീഡിയോയിൽ കോപ്പിറൈറ്റ് ക്ലെയിം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊന്ന് മനസ്സിലാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ യൂസ്ഫുൾ ആവും. പുതുതായിട്ട് വന്ന ആ ഒരു ഇന്റർഫേസ് ആണിത്. അപ്പം നമുക്കൊരു കോപ്പിറൈറ്റ് ക്ലെയിം വന്നു കഴിഞ്ഞാൽ ആദ്യം ആ കോപ്പിറൈറ്റ് ക്ലെയിം വന്ന ആ ഒരു പേജിൽ നമുക്ക് ഈ ഒരു ഇന്റർഫേസ് ആയിരിക്കും കാണാനായിട്ട് സാധിക്കുക. അപ്പോൾ ഇവിടെ ആദ്യത്തെ ഓപ്ഷൻ കൊടുത്തിരുന്നത് വാട്ട് ഹാപ്പൻഡ്, അതായത് ആ ഒരു കോപ്പിറൈറ്റ് ക്ലെയിം വന്നതുകൊണ്ട് നമ്മുടെ വീഡിയോയിൽ എന്തൊക്കെയാണ് അല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം ഇവിടെ എഴുതിയിട്ടുണ്ട്. ദ ക്ലെയിം ഡസ് നോട്ട് അഫക്ട് യുവർ ചാനൽ, ഇറ്റ്സ് നോട്ട് എ കോപ്പിറൈറ്റ് സ്ട്രൈക്ക്. ഇത് ആദ്യം മനസ്സിലാക്കിയുള്ളൂ. അതായത് കോപ്പിറൈറ്റ് ക്ലെയിം എന്ന് പറയുന്നത് നമ്മുടെ ചാനലിനെ ഒരു രീതിയിലും എഫക്ട് ചെയ്തില്ല. അതുപോലെ തന്നെ ഇതൊരു കോപ്പിറൈറ്റ് സ്ട്രൈക്ക് അല്ല, ഇതൊരു ജസ്റ്റ് ഒരു ക്ലെയിം ആണ്. ഈ ക്ലെയിം വരുമ്പോൾ ഉള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അതേപോലെ തന്നെ ഇനി ഇവിടെ കൊടുത്തിരിക്കുന്ന ഇതിന്റെ വിസിബിലിറ്റിയെ കുറിച്ചാണ്. ദ വീഡിയോ ഈസ് പാർഷ്യലി ബ്ലോക്ക്ഡ് ഇൻ സം ടെറിട്ടറീസ്. അതായത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒന്നീ പാർഷ്യലി ബ്ലോക്ക്ഡ് ആയിരിക്കും, വേൾഡ് വൈഡ് ബ്ലോക്ക് ആയിരിക്കും. അതെന്താണ് നമ്മുടെ ആ ഒരു പർട്ടിക്കുലർ വീഡിയോയിൽ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. മോണിറ്റൈസേഷന്റെ കേസിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് ഇവിടെ എഴുതിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഫീച്ചർ റെസ്ട്രിക്ഷൻ എന്ന് പറയുന്ന സെക്ഷൻ വരുവാണെങ്കിൽ ഷോപ്പിംഗ് ടാബ് നോട്ട് അലൗഡ് ഡ്യൂ ടു ദ ക്ലെയിം കണ്ടന്റ്. ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു വീഡിയോയിൽ യൂട്യൂബിലെ ഷോപ്പിംഗ് ഫീച്ചർ ആഡ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ഇതിൽ ഒരു പക്ഷേ അതായത് ഷോപ്പിംഗിൽ വരുന്നതാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന സംഭവം. അഫിലിയേറ്റ് മാർക്കറ്റിംഗും നമുക്ക് ആ ഒരു വീഡിയോയിലൂടെ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അതിന്റെ താഴെയായിട്ട് സി ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ, അതേപോലെ ടേക്ക് ആക്ഷൻ എന്ന് പറയുന്ന മറ്റൊരു ഓപ്ഷനും ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ടേക്ക് ആക്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പേജിൽ വരുന്നത് നമ്മൾ മുമ്പത്തെ പേജിൽ കണ്ടതുപോലുള്ള കുറെ കാര്യങ്ങളൊക്കെയാണ്. വിസിബിലിറ്റി, മോണിറ്റൈസേഷൻ, ഫീച്ചർ റെസ്ട്രിക്ഷൻ എന്തൊക്കെയാണെന്നുള്ളത് കാണിക്കും. ഇവിടെയും ടേക്ക് ആക്ഷൻ എന്ന് പറയുന്ന ബട്ടൺ ഉണ്ട്. ഈ ടേക്ക് ആക്ഷൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടായിരിക്കും ആ കോപ്പിറൈറ്റ് ക്ലെയിം എങ്ങനെയാണ് റിമൂവ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. അപ്പം മ്യൂസിക് റിമൂവ് ചെയ്യണം, എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് ടേക്ക് ആക്ഷൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് കോപ്പിറൈറ്റ് ക്ലെയിമിന്റെ ഇന്റർഫേസിൽ വന്നിട്ടുള്ള ഒരു മാറ്റമാണ്. അപ്പോൾ നിങ്ങൾ ഇനിയും കോപ്പിറൈറ്റ് ക്ലെയിം വരികയാണെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ആ ഒരു സെക്ഷനുകളിൽ നിന്ന് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ അപ്ഡേറ്റ് വളരെ യൂസ്ഫുൾ ആണ് വീഡിയോ കാണുന്നവരെ സംബന്ധിച്ചും അതേപോലെ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നവരെ സംബന്ധിച്ചും. ഇവിടെ കാണുന്ന പോലെ ഒരു ഹൈഡ് എന്ന് പറയുന്ന ഒരു ബട്ടൺ നമ്മുടെ വീഡിയോയിലേക്ക് ഇനി വരാനായിട്ട് പോവുകയാണ്. ഈ ഹൈഡ് ബട്ടൺ വീഡിയോയിൽ മൊത്തം ഉണ്ടായിരിക്കത്തില്ല. നമ്മുടെ വീഡിയോയിൽ എൻഡ് സ്ക്രീൻ നമുക്ക് ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. എൻഡ് സ്ക്രീൻ നമ്മുടെ വീഡിയോ എൻഡ് ആകുന്നതിന് 20 സെക്കൻഡ് മുമ്പായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ പലരും 2 എൻഡ് സ്ക്രീൻ വീഡിയോസ് ഒക്കെ ആയിരിക്കും പലപ്പോഴും ആഡ് ചെയ്യുക. അതിനോടൊപ്പം ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ആഡ് ചെയ്യും, അല്ലെങ്കിൽ ചിലപ്പം 4 എൻഡ് സ്ക്രീൻ വീഡിയോസും ആഡ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഇങ്ങനെ ലാസ്റ്റ് ആ ഒരു വീഡിയോയുടെ 20 സെക്കൻഡിൽ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു വ്യൂവറിന് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് കാണിച്ചിട്ടുണ്ടെങ്കിൽ എൻഡ് സ്ക്രീൻ വരുന്ന സമയത്ത് ഈ ലാസ്റ്റ് 20 സെക്കൻഡിലുള്ള കാര്യങ്ങൾ മൊത്തം ഹൈഡ് ആയി പോകും. അപ്പം വ്യൂവറിന് അത് പ്രോപ്പറായിട്ട് കാണാനായിട്ട് സാധിക്കത്തില്ല. അങ്ങനെയുള്ള കേസിൽ ഇവിടെ നമുക്ക് എൻഡ് സ്ക്രീൻ ഹൈഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് വരാനായിട്ട് പോകുന്നത്. അപ്പോൾ ഓരോ എൻഡ് സ്ക്രീൻ എവിടെയാണോ എൻഡ് സ്ക്രീൻ, ഇപ്പോൾ ഒരു എൻഡ് സ്ക്രീൻ ആണ് കൊടുത്തിരിക്കുന്നത്, അവിടെയുള്ള ആ ഒരു ഭാഗത്തുള്ള കാര്യങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ എൻഡ് സ്ക്രീനിന്റെ അവിടെ ഒരു ഹൈഡ് ബട്ടൺ കാണും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ ഒരു പോർഷൻ ആ ഒരു എൻഡ് സ്ക്രീൻ ഹൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഹൈഡ് ചെയ്ത് ആ വീഡിയോ ഫുള്ള് വാച്ച് ചെയ്തതിന് ശേഷം പിന്നെ എൻഡ് സ്ക്രീനിലെ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ അവിടെ ഷോ എന്ന് പറയുന്ന ഒരു ബട്ടണും വരും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് എൻഡ് സ്ക്രീൻ വീഡിയോ നിങ്ങൾക്ക് വാച്ച് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ അപ്ഡേറ്റ്. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഇത് കോണ്ടന്റ് ക്രിയേറ്ററിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ വീഡിയോയിൽ അവർ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും വ്യൂവറിന് മൊത്തത്തിൽ കാണാനും കേൾക്കാനും സാധിക്കും. അതേപോലെ തന്നെ ഒരു വ്യൂവറിനെ സംബന്ധിച്ചിടത്തോളം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ്. മൂന്നാമത്തെ അപ്ഡേറ്റ് യൂട്യൂബിന്റെ എയുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ് ആണ്. നമുക്കറിയാവുന്ന കാര്യമാണ് യൂട്യൂബ് ഈയിടെയായിട്ട് ഒരുപാട് പുതിയ മാറ്റങ്ങൾ എയുടെ ഭാഗത്ത് കൊണ്ടുവരുന്നുണ്ട്. കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്ക് മുമ്പ് യൂട്യൂബിൽ വന്ന ഒരു അപ്ഡേറ്റ് ആയിരുന്നു അലോ തേർഡ് പാർട്ടി കമ്പനീസ് ടു ട്രെയിൻ എ മോഡൽ യൂസിങ് മൈ ചാനൽ കണ്ടന്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വന്ന് അത് നമ്മൾ അലോ ചെയ്യാനായിട്ട് പറഞ്ഞിരുന്നത്. അതായത് എ മോഡൽസ് ട്രെയിൻ ചെയ്യാനുള്ള, അതായത് നമ്മളുടെ ഡേറ്റ വെച്ചിട്ട് എ മോഡൽസ് ട്രെയിൻ ചെയ്യാനുള്ള ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ അലോ ചെയ്യണം എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അതിൽ കുറേ കമ്പനികളൊക്കെ ഈ ഒരു കാര്യവുമായിട്ട് യൂട്യൂബുമായി കൊളാബറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പലരും ഒരുപക്ഷെ ഈ ഒരു കാര്യത്തിന് വേണ്ടി അലോ ചെയ്തിട്ടുണ്ടായിരിക്കാം. എന്നാൽ ഇവിടേക്ക് ഇതേപോലെ ഇതിനോടൊപ്പം തന്നെ യൂട്യൂബ് മറ്റൊരു ഫീച്ചർ കൂടെ ആഡ് ചെയ്യുകയാണ്. ഇവിടെ നമ്മുടെ ഫേസ് ഡിറ്റക്ട് ചെയ്തുകൊണ്ട് ഫേസ് ഡിറ്റക്ട് ചെയ്ത് മോഡൽ ട്രെയിൻ ചെയ്യാനായിട്ടുള്ള ഒരു പെർമിഷൻ ആണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ അതിലൂടെ കുറച്ചുകൂടെ
അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് കുറച്ചുകൂടെ ഈസി ആയിട്ട് നമ്മുടെ ഫേസ് ഡിറ്റക്ഷനിലൂടെയും AI മോഡൽസ് ക്രിയേറ്റ് ചെയ്ത് ആ യൂട്യൂബിൽ വീഡിയോ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ട്രെയിനിങ് ആയിരിക്കും ഈ ഒരു ഫീച്ചറിലൂടെ കൊടുക്കുക. അപ്പം അത് താല്പര്യമുള്ളവർക്ക് അലോ ചെയ്യാം. യൂട്യൂബിൽ നിങ്ങൾക്ക് ഇപ്പൊ സ്ക്രീനിൽ കാണുന്ന പോലുള്ള ഒരു നോട്ടിഫിക്കേഷൻ വരും. ഇത് നിങ്ങൾ അലോ ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. ഇത് അലോ ചെയ്യുക എന്നുള്ളത് ചിലപ്പോൾ ഓപ്ഷനിലായിരിക്കും. ഓപ്ഷനിൽ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം അത് കൊടുത്താൽ മതിയായിരിക്കും. അപ്പൊ ഇതൊക്കെ ഏത് രീതിയിൽ ബെനിഫിഷ്യൽ ആകും എന്നുള്ള കാര്യം നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റില്ല. ഫ്യൂച്ചറിൽ ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു കണ്ടന്റ് ക്രിയേറ്ററിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ നിന്ന് പ്രയോജനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് അപ്ഡേറ്റ്സ്. ഇതിൽ ഏത് അപ്ഡേറ്റ്സ് ആണ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയെന്നുള്ളത് വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. ഒപ്പം തന്നെ നിങ്ങളുടെ യൂട്യൂബ് സുഹൃത്തുക്കൾക്ക് വേണ്ടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് വീഡിയോ കണ്ടതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ നിർത്തിയാണ്. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.